ഹായ് ഫ്രണ്ട്സ്, മുട്ടയും മൈദയും ചേർക്കാതെ കുട്ടികൾക്ക് വേണ്ടി പഞ്ഞി പോലൊരു കേക്ക് ഉണ്ടാക്കാം ഇന്ന്. ഇതിനു വേണ്ടി അരക്കപ്പ് പാലും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ച് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. പാലെടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതേപടി ചേർക്കാതെ തണുപ്പ് മാറിയതിന് ശേഷം എടുക്കണം. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തത് ബ്രൗൺ ഷുഗറാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിയായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുക. 2 ടീസ്പൂൺ പുളിയില്ലാത്ത കട്ട തൈരും കൂടി ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായി അലിഞ്ഞ് ഓയിലുമായി മിക്സായി വരണം. അത്ര വരെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പാലെടുത്ത അതേ കപ്പിൽ 3/4 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. 2 നുള്ളുപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. പൊടികളെല്ലാം ഈവണായി ചേരാൻ വേണ്ടിയാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. കൊക്കോ പൗഡറിൽ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അത് അരിച്ചെടുക്കുമ്പോൾ മാത്രമേ അത് കറക്റ്റായി വരുള്ളൂ. ഈ ചെറിയ ചെറിയ കട്ടകൾ ഇതുപോലെ സ്പൂണ് കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അത് പൊടിഞ്ഞ് ശരിയായിക്കോളും. ഇനി ഇത് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് കുത്തി ഇളക്കാനൊന്നും പാടില്ല, സാവധാനത്തിൽ ചെയ്താൽ മതി. ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചിലിയോ സ്പൂണോ വെച്ച് ഇതുപോലെ അടി ചേർത്ത് ഇളക്കിയെടുക്കണം. ചില സമയത്ത് പൊടികൾ മിക്സാകാതെ അടിയിൽ കിടക്കുന്നുണ്ടാവും, അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത കൂട്ട് ഇതുപോലെ ഉണ്ടായിരിക്കണം. ഇനി ഇത് ചുട്ടെടുക്കുന്നത് ഓവനൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു പാൻ കേക്കിൻ്റെ ഒരു പാനിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി തടവി കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെത്താനെ ശരിയായിക്കോളും. ഇതേപോലെ ഉള്ള പാനിന് പകരം ഉണ്ണിയപ്പ ചട്ടി ആയാലും മതി. ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ കേക്കിന് കുറച്ചുകൂടി നല്ല ഷേപ്പ് കിട്ടും. അതുമല്ലാതെ എല്ലാം കൂടി ഒന്നിച്ചൊഴിച്ച് ആവിയിൽ വേവിച്ചെടുത്താലും നല്ലതായിരിക്കും. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാനിന് നല്ല ചൂടുണ്ടാകണം. എല്ലാം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ചെറിയ ചെറിയ ചോക്ലേറ്റ് ചിപ്സും കൂടി വെച്ച് കൊടുക്കുക. ഇനി സ്പൂണ് കൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഇതൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. നല്ല ടൈറ്റായിരിക്കണം അടപ്പ്. അടച്ചു വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് വരും. ഇതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഇത് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യത്തെ ബാച്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നില്ല, പ്ലെയിനായി ഉണ്ടാക്കിയെടുക്കാം. ഇതും അതേപോലെ തന്നെ 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടാവും. തിരിച്ചിട്ട് ചൂടായതിന് ശേഷം ഇതും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റായത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ചോക്ലേറ്റ് മിനി കേക്ക് റെഡിയായി. ഇത് നല്ല സോഫ്റ്റും കൂടി ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.